കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൽ ഒഴിപ്പിക്കൽ നടപടി. നടപ്പാതകളിലും മറ്റും കച്ചവടം നടത്തുന്നവരെയാണ് ഒഴിപ്പിക്കുന്നത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് നടപടി. കണ്ണൂരിലെ സെൻട്രൽ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ MA റോഡ് പോലുള്ള പ്രദേശത്തെ ഫുട്പാത്തിലും അതോടൊപ്പം തന്നെ റോഡിലുമായി കച്ചവടം നടത്തുന്ന ആൾക്കാരെയാണ് ഒഴിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കൈവണ്ടികളിലും മറ്റുമായി പഴം, മാങ്ങ ഉൾപ്പെടെയുള്ള കച്ചവടം നടത്തുന്ന ആൾക്കാർ ഒരുപാട് കാലമായി ഇതിലൂടെ ഗതാഗതം സുഗമമായി നടത്താൻ കഴിയുന്നില്ല എന്ന പരാതി കോർപ്പറേഷന് മുന്നിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ ഈ കടകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ കൈവണ്ടികളെല്ലാം തന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഇന്ന് 3 മണിയോടുകൂടിയാണ് കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒഴിപ്പിക്കൽ തുടങ്ങിയത്. ഇവിടെ ഒരാളെ പോലും വഴിയാധാരമാക്കുക എന്നുള്ള ലക്ഷ്യം നഗരസഭയ്ക്കില്ല. മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ ഇവരിലേക്ക് ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ മാത്രമേ കച്ചവടം വലുതാവൂ, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. പൊതുവിൽ വ്യാപാരികളെല്ലാം തന്നെ ഒഴിയാനുള്ള സന്നദ്ധതയാണ് അറിയിച്ചത്. ചിലർ മാത്രമാണ് അതിൽ വിയോജിപ്പ് അറിയിച്ചത്. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ വാഹനവുമായി വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നത് ശരിയായ നടപടിയല്ല, അതിന് സാവകാശം അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ വേണ്ടി ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം തയ്യാറാവുന്നില്ല. അവര് മൊത്തത്തിൽ ഇവിടെ ലോഡ് കണക്കിന് സാധനം വരുന്നില്ല. കണ്ണൂട്ടാണ് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പൊ അതെല്ലാം പിടിക്കപ്പെട്ടിട്ട് എന്റെ അടുത്ത് 500 ഗ്രാം എന്റെ കേസ് എടുക്കുന്ന അറിയുമ്പോൾ ഞാൻ ഡെയിലി അതെ പ്ലാസ്റ്റിക് കൊടുത്ത് ഫുൾപാത്ത് മാറ്റിയില്ലേ. വൈയൊന്നും ആർക്കും ഇതുവരെ തടസ്സം ഉണ്ടായില്ല. ഇനിയിപ്പോ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരികൾക്ക് ഇത് പ്രശ്നം വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാ? ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോ ഓർഡറും ഇല്ല, മുൻകൂട്ടി ഓരോ ഓർഡറും ഇല്ല. ഒന്നും പാടില്ല, പച്ചക്കറി പാടില്ല, ഫ്രൂട്ട്സ് പാടില്ല, ഒന്നും വയ്യൊരു കച്ചവടം ഒന്നും പാടില്ല. ഇങ്ങനെ മൊത്തത്തിൽ ക്ലിയർ ചെയ്യ്. ഇങ്ങനെ ഒരു ചില്ലറ ഈ 1000 രൂപ കച്ചവടം ചെയ്യാൻ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്ന ഞമ്മൻ ചെയ്യലി നമ്മൾ പോണ്ടേ. നിങ്ങളോട് ഒഴിയണമെന്ന് പറഞ്ഞിരുന്നു? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്തു? മാറ്റിയാ പിന്നെ എന്താ ചെയ്യാ, പറയുന്ന പോലെ അനുസരിച്ച് അല്ലേ തയ്യാറാണ്. ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നത് ഈ തരത്തിൽ ചെറിയ രീതിയിൽ വ്യാപാരം നടത്തുന്ന ആൾക്കാരാണ്. മറ്റു ചില വിഭാഗങ്ങൾ ഫുട്പാത്തിന്റെ അവിടെ കയ്യേറുകയും അതോടൊപ്പം തന്നെ റോഡിൽ ഭാഗത്തേക്ക് ഇത്തരത്തിൽ കച്ചവടം നടത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്.